നമുക്കെല്ലാവർക്കും ചേർന്ന് സഭയായി ഈ പൈതലിനെ ദൈവങ്ങൾ പരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അൻപുള്ള പിതാവാം ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനിലൂടെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന എണ്ണമില്ലാത്ത നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ തലമുറയായി അവിടുന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങളെ ആദരിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത വല്ലഭനായ ദൈവം ഞങ്ങൾക്കായിട്ട് സ്വർഗത്തിൽ ജീവിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി വളർന്നു വരുവാൻ ദൈവം ഇടയാക്കി. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങനെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് വിശേഷാൽ ഈ സമയത്ത് ഞങ്ങൾ വളരെ നന്ദിയോടെ സ്തോത്രത്തോടുകൂടി അവിടുത്തെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് ദൈവം ദാനമായി നൽകിയ ആ പൈതലിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മക്കളെ നൽകുന്ന ദാനമാണല്ലോ, ഉദരഫലം അവിടുത്തെ പ്രതിഫലമാണല്ലോ. കർത്താവേ, ആ വലിയ ദാനത്തെ ഏറ്റുവാങ്ങുവാനുള്ള ഭാഗ്യം അവിടുന്ന് തന്നു. അതിനായി സ്തോത്രം. ഈ പൈതലിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപൈതലായി വളർന്നു വരുവാൻ തക്കോണം ദൈവം സഹായിക്കണമേ. എല്ലാ ബാലാരിഷ്ടതയിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമേ. ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള ഒരു പൈതലായി വളർത്തുവാനും വളരുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ സഭയായി ദൈവങ്ങളിൽ ഈ പൈതലിനെ ഫലമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മാതാപിതാക്കന്മാർക്കായി സ്തോത്രം. കർത്താവേ, അവരുടെ തലമുറകളെ കഴിഞ്ഞ നാളുകളിൽ ആദരിച്ചു ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇവിടെ പ്രിയ രാജസഹോദരനെയും അതുപോലെ റോണ സഹോദരിയെയും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുല്ലൂരുള്ള ആ വാത്സല്യ ഭവനത്തെയും അവിടെയുള്ള മാതാപിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരെയൊക്കെ കുടുംബങ്ങളായി കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് സഹായിക്കുകയും നടത്തുകയും ചെയ്തു. അതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് സഭയായി ഇങ്ങനെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാനും നന്ദി പറയുവാനും പ്രിയ പൈതലിനെ ദൈവങ്ങൾ താഴ്ത്തി സമർപ്പിച്ച് കർത്താവെ പ്രാർത്ഥിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ദൈവം നൽകപ്പെട്ട വലിയേറിയ സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ വീണ്ടും തിരുനാമത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി പൈതലിനെ ദൈവങ്ങൾ ഫലമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായ ജീവനെ വെടിഞ്ഞ യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.